നമ്മളൊരു ട്രയൽ ആൻഡ് എറർ നോക്കുന്നതാണ് എല്ലാ മാരേജും. നമുക്ക് ഈ വ്യക്തിനെ ഒന്നും അറിയില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇതിനെ അഡ്രസ്സ് ചെയ്യാത്തൊരു സമൂഹമായിരുന്നു. അവരെങ്ങനെയൊക്കെയോ ജീവിച്ചിങ്ങനെ ഉരുണ്ട് പരണ്ട് അവരെങ്ങനെ ജീവിച്ചു പോയതാ. അതിന്റെ എഫക്ട്സ് ആണ് ഇപ്പോൾ ഉള്ള മെന്റൽ ഹെൽത്ത് പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർ കുറച്ചുകൂടെ അവയർനെസ് ഉണ്ട് ആൻഡ് അവർക്ക് ബൗണ്ടറീസ് ഉണ്ട്, സെൽഫ് റെസ്പെക്ട് ഉണ്ട്. രണ്ടുപേർക്കാണെങ്കിലും, ഇപ്പൊ ഭർത്താക്കന്മാർക്കാണെങ്കിലും ഭാര്യമാർക്കാണെങ്കിലും ഒരു അവയർനെസ് ഉണ്ട്. ഇതൊക്കെ കുട്ടികളെ ബാധിക്കും എന്നുള്ളൊരു ബോധവും ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു മെച്യൂർ ഡിസിഷനാണ് ചില കേസസിൽ ഡിവോഴ്സ് സംഭവിക്കുന്നത്. പിന്നെ ഒട്ടും സഹിക്കാൻ പറ്റില്ല, എനിക്കത് പറ്റില്ല, ഇത് പറ്റില്ല എന്നൊക്കെ ഇമ്പൾസീവായിട്ട് എടുക്കുന്ന ഡിസിഷൻസ്, ഡിവോഴ്സുകൾ നമുക്കത്ര ഹെൽത്തി അല്ല. കാരണം നമുക്ക് ട്രൈ ചെയ്യണം, അവസാനം വരെ ട്രൈ ചെയ്യണം. എന്നിട്ട് പറ്റില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഇതിന് റിസോർട്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമുക്ക് മുറിച്ച് മാറ്റാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ നമ്മൾ എത്ര നാൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ എനർജി, നമ്മൾ കൊടുത്ത ഒരു എഫേർട്ട്